നൈസ് തിങ്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട 6ാം ക്ലാസ് കൂട്ടുകാരെ, നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ മോഡലുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും എനിക്ക് വളരെയേറെ പ്രചോദനമാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. 2019-20 കാലയളവിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവലോകനത്തിനായി എടുത്തിരിക്കുന്നത്. ആദ്യത്തെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ 10 ആക്ടിവിറ്റീസ് ആർ ഗിവൺ ബിലോ. ചുവടെ 10 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ആൻസറിന് 8 ആക്ടിവിറ്റീസ്, ഏതെങ്കിലും 8 പ്രവർത്തനത്തിന് ആൻസർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാമല്ലോ. ആക്ടിവിറ്റി 1, കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ഗിവൺ ബിലോ. ഫ്രൂട്ട്, സിമ്പിൾ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട്, സ്ട്രോബെറി, ജാക്ക് ഫ്രൂട്ട്. കണ്ടല്ലോ, ഒരു ചാർട്ട് ഉണ്ടല്ലോ. എന്തിനാണെന്ന് നോക്കിക്കോളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ആശയഭൂപടം പൂർത്തിയാക്കുക. ഫലം, ലഘുഫലം, കപടഫലം, 2 ഇത് തന്നിട്ടുണ്ട്. എക്സാമ്പിളിൻ്റെ ഭാഗത്ത് ചക്ക, സ്ട്രോബെറി തന്നിട്ടുണ്ട്. ഈ ആശയഭൂപടം നമ്മൾ പൂർത്തിയാക്കണം. ലഘുഫലത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഫലങ്ങളെ തരംതിരിച്ചിരിക്കുകയാണ്. ഫലങ്ങളെ ലഘുഫലം, പുഞ്ചഫലം, സംയുക്ത ഫലം, കപടഫലം എന്നിങ്ങനെ തരംതിരിക്കും. ഇവ ഓരോന്നും എന്താണെന്ന് കൂട്ടുകാർക്കറിയാലോ. എന്താ ലഘുഫലം? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലമാണ് ലഘുഫലങ്ങൾ. എക്സാമ്പിൾ എന്തൊക്കെയാ? മാങ്ങ, തക്കാളി, മുളക്, നെല്ലിക്ക തുടങ്ങിയവ. ഇനി എന്താണ് പുഞ്ചഫലം? പുഞ്ചഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലം എന്ന് പറയും. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സ്ട്രോബെറി, സീതപ്പഴം, അരടമരക്കായ്, ബ്ലാക്ക്ബെറി തുടങ്ങിയവ. ഇനി സംയുക്ത ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൂങ്കുലയിൽ ധാരാളം പൂവുകൾ ഉണ്ടാവുകയും അവയിൽ കുറേ എണ്ണം വെവ്വേറെ ബീജസങ്കലനത്തിന് വിധേയമായി വിത്തും ഫലവുമായി തീരും. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം ഒരാവരണത്തിനുള്ളിലാവുക. അത്തരം ഫലമാണ് സംയുക്ത ഫലം. ഉദാഹരണം എന്താ? ചക്ക, കൈതച്ചക്ക തുടങ്ങിയവ അല്ലേ. ഇനി അടുത്തത് കപടഫലം. പറ്റിക്കപ്പെടുന്നതാണല്ലേ. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇവയാണ് കപടഫലം. എന്താ ഉദാഹരണം? ആപ്പിൾ, കശുമാങ്ങ തുടങ്ങിയവയാണ് അല്ലേ. അതുപോലെ സബർജൽ തുടങ്ങിയവയാണ് കപടഫലത്തിന് ഉദാഹരണം. അടുത്ത നോക്കൂ, ബി, സംയുക്ത ഫലവും പുഞ്ചഫലവും തമ്മിലുള്ള ഒരു വ്യത്യാസം എഴുതുക. സംയുക്ത ഫലവും പുഞ്ചഫലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുഞ്ചഫലം ഒരു പൂവിൽ നിന്നാണ് ഉണ്ടാകുന്നത്, എന്നാൽ സംയുക്ത ഫലം ഒരു പൂങ്കുലയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് സംയുക്ത ഫലമെന്നും എന്താണ് പുഞ്ചഫലവും എന്നും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാം. അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 2, സം സിറ്റുവേഷൻസ് ഓഫ് മോഷൻസ് ആർ ഗ്രൂപ്പ്ഡ് ബിലോ. ഒബ്സർവ് ദം. ഗ്രൂപ്പ് 1, rotation of a top. Draws a circle using compass. Group 2, rotation of earth, motion of an ox around an oil press. Group 3, lift going up, motion of a bullet. പ്രവർത്തനം എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് which has the right pair. Second one, rearrange the other 2 groups correctly and name each group. റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രവർത്തനം 2 നോക്കൂ. താഴെ പറയുന്ന ചലന സന്ദർഭങ്ങളെ കൂട്ടങ്ങളാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കൂട്ടം 1 പമ്പരം കറങ്ങുന്നു, കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നു. കൂട്ടം 2 ഭൂമിയുടെ ഭ്രമണം, ചക്കിന് ചുറ്റും കാളയുടെ ചലനം. കൂട്ടം 3 ലിഫ്റ്റ് ഉയരുന്നു, വെടിയുണ്ടയുടെ ചലനം. എന്താ ചെയ്യേണ്ടത് നോക്കൂ. ഇവയിൽ ശരിയായ ജോഡി ഉൾപ്പെട്ട കൂട്ടം കണ്ടെത്തുക. 2
മറ്റ് രണ്ട് കൂട്ടങ്ങളെയും ശരിയായി ക്രമപ്പെടുത്തി പേര് നൽകുക. ഓരോ കൂട്ടത്തിൻ്റെയും പൊതു സവിശേഷത എഴുതുക. അപ്പോൾ തന്നിരിക്കുന്ന ജോഡിയിൽ ശരിയായ കൂട്ടം ഏതാണ്? മൂന്നാമത്തെ കൂട്ടമാണ് ശരി, അല്ലേ? ലിഫ്റ്റ് ഉയരുന്നു, വെടിയുണ്ടയുടെ ചലനം, അത് രണ്ടും ഒരേ രീതിയിലുള്ള ചലനമാണ്. കറക്റ്റ് ആണല്ലോ. ഇനി നോക്കിക്കോളൂ, രണ്ടാമത്തെ എന്താണ്? മറ്റ് രണ്ട് കൂട്ടങ്ങളിലെയും ശരിയായി ക്രമപ്പെടുത്തി പേര് നൽകുക. എങ്ങനെ ശരിയാക്കാം? വർത്തുള ചലനങ്ങളെയും ഭ്രമണ ചലനങ്ങളെയും തിരിച്ചറിഞ്ഞ് ഉചിതമായിട്ടുള്ള പേര് വേണം കൊടുക്കാനായിട്ട്. എന്താണ് വർത്തുള ചലനമെന്നും എന്താണ് ഭ്രമണ ചലനമെന്നും അറിയാമല്ലോ. വർത്തുള ചലനത്തിൽ ഏതൊക്കെയാണ്? കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നതും ചക്കിന് ചുറ്റും കാളയുടെ ചലനവും വർത്തുള ചലനമാണ്. ഭ്രമണ ചലനം പമ്പരം കറങ്ങുന്നതും ഭൂമിയുടെ ഭ്രമണവും ഭ്രമണ ചലനങ്ങളാണ്. അപ്പോൾ അതിനെ കൂട്ടം തിരിക്കാമല്ലോ. അടുത്തത് എന്താണ്? ആക്ടിവിറ്റി 3. പെയർ ദ ഫോളോയിങ് അപ്രോപ്രിയേറ്റ്ലി. ലോഡ്സ്റ്റോൺ, നിയോഡിയം, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, നാച്ചുറൽ മാഗ്നറ്റ്. Write any on features of magnets. Design a toy using magnet, iron piece, thermocol, cardboard, thread, etc. Explain how it functions. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രീതിയാണല്ലേ, ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യനായത്. പ്രവർത്തനം 3 എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയെ അനുയോജ്യമായ രീതിയിൽ ജോഡികളാക്കുക. ലോഡ്സ്റ്റോൺ, നിയോഡിമിയം, കൃത്രിമകാന്തം, പ്രകൃതിയിലെ കാന്തം. കാന്തങ്ങളുടെ ഒരു സവിശേഷത എഴുതുക. ആദ്യത്തേത് ഇതിനെ ജോഡികളാക്കണം. എങ്ങനെ ജോഡികളാക്കാം? ലോഡ്സ്റ്റോൺ എങ്ങനെയാണ്? ലോഡ്സ്റ്റോൺ പ്രകൃതിയിലെ കാന്തമാണ്, അല്ലേ? ലോഡ്സ്റ്റോൺ പ്രകൃതി കാന്തമാണ്, പ്രകൃതിയിലെ കാന്തമാണ്. നിയോഡിമിയോ കൃത്രിമ കാന്തമാണ്, അറിയാമല്ലോ. അടുത്ത ബി, കാന്തങ്ങളുടെ ഒരു സവിശേഷത എഴുതുക. കാന്തത്തിൻ്റെ സവിശേഷത എന്താണ്? ഇരുമ്പ് പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നു, അല്ലെങ്കിൽ കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു. അത് കാന്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തെന്താ? കാന്തം, ഇരുമ്പ് കഷ്ണം, തെർമോക്കോൾ, കാർഡ്ബോർഡ്, നൂൽ തുടങ്ങിയവ ഉൾപ്പെടുത്തി ഒരു കളിപ്പാട്ടം രൂപകൽപ്പന ചെയ്യുക. അതിൻ്റെ പ്രവർത്തന രീതിയും വിശദീകരിക്കുക. ചെയ്യാൻ പറ്റുമല്ലോ. അരി കാണുമ്പോൾ ഓടി വരുന്ന മത്സ്യമൊക്കെ ചെയ്യാം, അല്ലേ? തെർമോക്കോളും കാർഡ്ബോർഡൊക്കെ കൊണ്ട് മത്സ്യത്തിൻ്റെയും അരിയുടെയൊക്കെ രൂപം ഉണ്ടാക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? അരിക്കുള്ളിൽ കാന്തവും മീനിൻ്റെ മാതൃകയ്ക്കുള്ളിൽ കുറച്ച് ഇരുമ്പ് പൊടിയോ ഇരുമ്പ് കഷ്ണമോ ഒളിപ്പിച്ച് വയ്ക്കണം. അതിനുശേഷം മീനിനെ ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇടുക. അതിലേക്ക് അരി ഇടുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ അരികിലേക്ക്, മീനിൻ്റെ അടുത്തേക്ക് അരി കൊണ്ടുവരുമ്പോൾ മീൻ ഓടി വന്ന് അരിയെ പിടിക്കുന്നതായിട്ട് കാണാം, അല്ലേ? ഇത്തരത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. വാഹനം ഓട്ടിക്കുക, വണ്ടി ഉണ്ടാക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ആക്ടിവിറ്റി 4. ഒബ്സർവ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഗിയേഴ്സ് ഇൻ ദ ഫിഗർ. Find the correct statement list of this arrangement from the given list. Write them. നോക്കൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? പൽചക്രങ്ങളുടെ സംവിധാനം ശ്രദ്ധിക്കൂ. അതാ പ്രവർത്തനം 4. തന്നിരിക്കുന്നുണ്ടല്ലോ, 4 പൽചക്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ കണ്ടെത്തിയെഴുതുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒന്നാമത്തെ പൽചക്രത്തിൻ്റെ എതിർദിശയിലാണ് രണ്ടാമത്തെ പൽചക്രം കറങ്ങുന്നത്. അടുത്തത്, ഒന്നാമത്തെ പൽചക്രത്തിൻ്റെ അതേ വേഗതയിലായിരിക്കും മൂന്നാമത്തെ പൽചക്രം കറങ്ങുന്നത്. നാലാമത്തെ പൽചക്രത്തിൻ്റെ ദിശയും ഒന്നാമത്തെ പൽചക്രത്തിൻ്റെ ദിശയും ഒന്നായിരിക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും പൽചക്രത്തിന് ഒരേ വേഗതയായിരിക്കും. ഇതിൽ ശരിയായവ ഏതൊക്കെയാണ്? പൽചക്രത്തിൻ്റെ രീതികൾ അറിയാമല്ലോ. അപ്പോൾ ഇതിൽ ശരിയായിരിക്കുന്ന ഏതൊക്കെയാണ്? 1, 3, 4 ശരി, അല്ലേ? 1, 3, 4. അതായത് ഒന്നാമത്തെ പൽചക്രത്തിൻ്റെ എതിർദിശയിലാണ് രണ്ടാമത്തെ പൽചക്രം കറങ്ങുന്നത്. നാലാമത്തെ പൽചക്രത്തിൻ്റെ ദിശയും ഒന്നാമത്തെ പൽചക്രത്തിൻ്റെ ദിശയും ഒന്നായിരിക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും പൽചക്രത്തിന് ഒരേ വേഗതയായിരിക്കും, അല്ലേ? ഇതാണ് തന്നിരിക്കുന്നതിൽ ശരിയായ 3 പ്രസ്താവനകൾ. ബി, യന്ത്ര സംവിധാനങ്ങളിൽ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എഴുതുക. ചില കളിപ്പാട്ടങ്ങളിലും യന്ത്രങ്ങളിലും ഒക്കെ ഈ പൽചക്രം വച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ എൻ്റെ കൂട്ടുകാർ? അതിൻ്റെ കാരണം എന്താണ്? അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? എന്ത് സംഭവിക്കുന്നു? യന്ത്ര സംവിധാനങ്ങളിൽ വേഗത വ്യത്യാസപ്പെടുത്താനും
പ്രവർത്തന ദിശയിൽ മാറ്റം വരുത്താനും പൽചക്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതിനൊക്കെയാണ് യന്ത്ര സംവിധാനങ്ങളിൽ വേഗത വ്യത്യാസപ്പെടുത്താനും പ്രവർത്തന ദിശയിൽ മാറ്റം വരുത്താനും പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 5. ഒപ്പീനിയൻ ഓഫ് എ ചൈൽഡ് ഈസ് ഗിവൺ ബിലോ. റീഡ് ഇറ്റ്. Fatty food items are harmful to health. So from today, I will avoid fatty food items completely. Do you agree with this decision? Justify. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രവർത്തനം 5. ഒരു കുട്ടിയുടെ അഭിപ്രായം ശ്രദ്ധിക്കൂ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ഭക്ഷണത്തിൽ നിന്നും കൊഴുപ്പ് പൂർണ്ണമായും ഒഴിവാക്കും. ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ന്യായീകരിക്കുക. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അല്ലേ? കാരണം എന്താണ്? കൊഴുപ്പിനും ശരീരത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൊഴുപ്പിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയാണ് കൊഴുപ്പിൻ്റെ പ്രാധാന്യം? നോക്കൂ, ധാന്യത്തെ പോലെ കൊഴുപ്പും ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം തരുന്നു. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷേ കൊഴുപ്പ് അമിതമാകാൻ പാടില്ല അല്ലേ? എന്നാൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കൊഴുപ്പ് ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ചില വൈറ്റമിൻസ്, ചില വിറ്റാമിനുകൾ ലയിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഒരു ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നത് എങ്ങനെ? മക്കളെ, ആ പാഠത്തിൽ തന്നിരിക്കുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, ധാന്യവും കൊഴുപ്പും ഒക്കെ കണ്ടെത്തുന്ന പരീക്ഷണങ്ങൾ ഒന്ന് നോക്കണം കേട്ടോ. ഇവിടെ കൊഴുപ്പിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന പരീക്ഷണമാണ്. എന്ത് ചെയ്യാം? എന്തൊക്കെ വേണം? എണ്ണയോ കൊഴുപ്പോ അടങ്ങിയ ഭക്ഷ്യവസ്തു വേണം, പിന്നെ വെള്ള പേപ്പർ വേണം. ഇത് രണ്ടുകൂടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭക്ഷ്യവസ്തു വെള്ള പേപ്പറിൽ ഉരയ്ക്കുക. പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ട് എങ്കിൽ അത് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ പരീക്ഷണം എഴുതാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിരീക്ഷണം എഴുതാൻ പറയുമ്പോൾ ലക്ഷ്യം, സാമഗ്രികൾ, പ്രവർത്തനക്രമം, നിരീക്ഷണം, നിഗമനം, ഈ 5 സംഭവങ്ങൾ ഉൾപ്പെടുത്തണം. മറന്നു പോകരുത്. ലക്ഷ്യം, ഭക്ഷ്യവസ്തുവിലെ കൊഴുപ്പിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന്. സാമഗ്രികൾ, എണ്ണയോ കൊഴുപ്പോ അടങ്ങിയ ഭക്ഷ്യവസ്തു, വെള്ള പേപ്പർ. പ്രവർത്തനക്രമം, ഭക്ഷ്യവസ്തു വെള്ള പേപ്പറിൽ ഉരയ്ക്കുക. നിരീക്ഷണം, പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നു. നിഗമനം, പേപ്പറിലെ എണ്ണയുടെ പാട് ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 200 mg/dl ആണ് അല്ലേ? 200 mg/dl ആണ്. അതിലധികമാകാൻ പാടില്ല. ക്ലിയർ? ആക്ടിവിറ്റി 6. Health problems of 2 children are given in the table below. Study it. Child first. Symptoms: mouth sores, pause and bleeding of gums. Second child: lack of blood, paleness, excessive fatigue. Name the deficiency disease seen in these children. Prepare a table of food items and nutrients in them to include in the diet of these children. Cure these diseases. ഓക്കെ, 6ാമത്തെ പ്രവർത്തനം എന്താ പറഞ്ഞിരിക്കുന്നത്? 2 കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. 1ാമത്തെ കുട്ടി, രോഗലക്ഷണങ്ങൾ: വായിൽ വ്രണങ്ങൾ, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. 2ാമത്തെ കുട്ടിക്ക് രക്തക്കുറവ്, വിളർച്ച, അമിതമായ ക്ഷീണം. കണ്ടല്ലോ? ഈ കുട്ടികളിൽ കാണുന്ന അപര്യാപ്തത രോഗങ്ങളുടെ പേരെഴുതുക. എന്താ ഈ കുട്ടികളുടെ രോഗം? ആദ്യത്തെ ആൾക്ക് സ്കർവിയും വായ്പുണ്ണും അല്ലേ? 2ാമത്തെ കുട്ടിക്ക് അനീമിയാണ് രക്തക്കുറവ്, വിളർച്ച, അമിതമായ ക്ഷീണം. 1ാമത്തെ കുട്ടിക്ക് സ്കർവിയോ വായ്പുണ്ണോ. കാര്യം അവയുടെ ലക്ഷണമാണ് വായിൽ വ്രണങ്ങളും മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. ബി, രോഗം ഭേദമാകുന്നതിന് ഈ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയ പോഷക ഘടകങ്ങളും ചേർത്ത് ഒരു പട്ടിക നിർമ്മിക്കുക. പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ. അപ്പോൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കണ്ടല്ലോ. കാർബോഹൈഡ്രേറ്റ്: അരി, ഗോതമ്പ്, മരിച്ചീനി, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്. പ്രോട്ടീൻ:
പയർ, മുട്ട, പാൽ, വെണ്ണ, മത്സ്യം, ഇറച്ചി. കൊഴുപ്പ്, എണ്ണ, നെയ്യ്, ഇറച്ചി, മുട്ട, പാൽ, പരിപ്പുകൾ. വിറ്റാമിനുകൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, മത്സ്യം, തവിട് കളയാത്ത ധാന്യം, പാൽ, മുട്ട. ധാതുക്കൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, മത്സ്യം, ഏത്തപ്പഴം, മുതിര, കരൾ, ശർക്കര. ഓക്കെ. പ്രവർത്തനം 7. താഴെ തന്നിരിക്കുന്ന ഭക്ഷ്യശൃംഖലാ ജാലം ശ്രദ്ധിക്കൂ. ഭക്ഷ്യശൃംഖലാ ജാലം ഒന്നുണ്ടല്ലോ. പുല്ല്, പുൽച്ചാടി, മുയൽ, മാൻ, കാട്ടുപോത്ത്. തവള, ഓന്ത്, കുറുക്കൻ, കടുവ, പാമ്പ്, പരുന്ത്. രണ്ടാമത്തെ ഭക്ഷ്യശൃംഖല പുല്ല്, പുൽച്ചാടി, മുയൽ, തവള, ഓന്ത്, പാമ്പ്, പരുന്ത്, കടുവ, കുറുക്കൻ. കണ്ടല്ലോ. ക്വസ്റ്റ്യൻ നോക്കൂ. മുയൽ എന്ന ജീവിവർഗം ഇല്ലാതായാൽ ഏത് ഭക്ഷ്യശൃംഖലാ ജാലത്തെയാണ് കൂടുതലായി ബാധിക്കുക? എന്തുകൊണ്ട്? ഏതിനെയായിരിക്കും ബാധിക്കുന്നത്? മുയൽ എന്ന ജീവിവർഗം ഇല്ലാതായാൽ അത് രണ്ടാമത്തെ ഭക്ഷ്യശൃംഖലാ ജാലത്തെ കൂടുതൽ ബാധിക്കും. മുയൽ എന്ന ജീവിവർഗം ഇല്ലാതായാൽ അത് ഓരോ ഭക്ഷ്യശൃംഖലാ ജാലത്തെയും ബാധിക്കും. കാരണം മുയലില്ലാതാവുമ്പോഴത്തേക്കും അടുത്ത ഒരു വിഭാഗം എന്ത് ചെയ്യും? അതിന് ജീവിക്കാൻ സാധിക്കാതെയാവും. മുയലിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവിക്ക് സാധിക്കാതെയാവും അല്ലേ? അപ്പോൾ അതിനും നാശം സംഭവിക്കും. ഒന്നാമത്തെ ആഹാര ശൃംഖലയിൽ മുയലില്ലാതായാൽ കുറുക്കൻ, കടുവ എന്നിവയ്ക്ക് ആശ്രയിക്കാവുന്ന മറ്റ് ജീവികളുള്ളതിനാൽ ആ ശൃംഖല വളരെ വേഗം തകരുകയില്ല. എന്നാൽ രണ്ടാമത്തെ ഭക്ഷ്യശൃംഖലാ ജാലത്തിൽ മുയലില്ലാതായാൽ കുറുക്കൻ, കടുവ എന്നീ രണ്ട് ജീവിവർഗത്തിൻ്റെയും നാശം സംഭവിക്കും. അങ്ങനെ തരംതിരിച്ചെഴുതുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഭക്ഷ്യശൃംഖലാ ജാലവും ഇവിടെ തന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി, ഒന്നാമത്തെ ആഹാര ശൃംഖലയിൽ മുയലില്ലാതായാൽ കുറുക്കൻ, കടുവ എന്നിവയ്ക്ക് ആശ്രയിക്കാവുന്ന മറ്റ് ജീവികളുള്ളതിനാൽ ആ ശൃംഖല വളരെ വേഗം തകരുകയില്ല. എന്നാൽ രണ്ടാമത്തെ ഭക്ഷ്യശൃംഖലാ ജാലത്തിൽ മുയൽ ഇല്ലാതായാൽ കുറുക്കൻ, കടുവ എന്നീ ജീവിവർഗത്തിൻ്റെയും നാശം സംഭവിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത രണ്ടാമത്തേത്, ഭക്ഷ്യശൃംഖലാ ജാലം 1-ൽ ഒരു ജീവി 3 വ്യത്യസ്ത തരം ജീവികളെ ആഹാരത്തിന് ആശ്രയിക്കുന്നു. ഒരു ജീവി 3 വ്യത്യസ്ത തരം ജീവികളെ ആഹാരത്തിന് ആശ്രയിക്കുന്നു. ആ ജീവിയുടെ പേരെഴുതുക. ഏതാണ്? കടുവ അല്ലേ? കടുവ മുയലിനെയും മാനിനെയും കാട്ടുപോത്തിനെയും ഭക്ഷണമാക്കുന്നുണ്ട്. കുറുക്കൻ മുയലിനെയും മാനിനെയും മാത്രമേ ഭക്ഷണമാക്കുന്നുള്ളൂ. ക്ലിയർ? അടുത്തത്, ഭക്ഷ്യശൃംഖലാ ജാലത്തിലെ ഉൽപാദകൻ്റെ പേരെഴുതുക. ഉൽപാദകൻ ആരാണ്? സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന ജീവികളാണ് ഉൽപാദകർ. പ്രകൃതിയിലെ ഹരിതസസ്യങ്ങളെല്ലാം ഉൽപാദകരാണ്. അപ്പോൾ ഇവിടുത്തെ ഉൽപാദകർ പുല്ലാണ് അല്ലേ? അപ്പോൾ ഉൽപാദകർ എന്താണെന്ന് അറിയാലോ? സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന ജീവികളാണ് ഉൽപാദകർ. കൂട്ടുകാർക്ക് ഭക്ഷ്യശൃംഖലയും ഭക്ഷ്യശൃംഖലാ ജാലവും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ? ഒരു ആവാസ വ്യവസ്ഥയിൽ തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്ന ജീവികളെ ശൃംഖലാരൂപത്തിൽ ക്രമീകരിക്കുന്നതിനെയാണ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. എന്നാൽ വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖലാ ജാലം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനം 8. താഴെ കൊടുത്തിരിക്കുന്ന പോഷക ഘടകങ്ങളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട അളവിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരണത്തിൽ രേഖപ്പെടുത്തുക. കൊഴുപ്പ്, ധാന്യകം, മാംസ്യം, വിറ്റാമിനുകളും ധാതുക്കളും. വൈറ്റമിനുകളും ധാതുക്കളും തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മൾ അടയാളപ്പെടുത്തണം. 1, 2, 3 തന്നിട്ടുണ്ട്. എങ്ങനെ അടയാളപ്പെടുത്താം? ഏത് രീതിയിലാണ് ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്തേണ്ടത്? 1 ധാന്യകം, 2 മാംസ്യം, 3 കൊഴുപ്പ്. ഓക്കെ അല്ലേ? ബി, നാരുകളടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ പേരെഴുതുക. ഇത്തരത്തിലുള്ളവ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തു ധാന്യങ്ങളുടെ തവിട്, പൊടിക്കാത്ത ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ശുഷ്കഫലങ്ങൾ, പയർവർഗ്ഗങ്ങൾ ഇവയിലൊക്കെ ധാരാളം നാര് അടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് നാരുവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്? നാരുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ. ഇവ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ എളുപ്പമാക്കുന്നു. കൂടാതെ ആന്തരാവയവങ്ങളെ ബാധിക്കാനിടയുള്ള പല രോഗങ്ങളിൽ നിന്നും നാരുകളടങ്ങിയ ആഹാരം നമ്മെ സംരക്ഷിക്കുന്നു. മനസ്സിലായല്ലോ? നാരുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്?
ഈ നാരുകൾ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ എളുപ്പമാക്കുന്നു. ആന്തരാവയവങ്ങളെ ബാധിക്കാനിടയുള്ള പല രോഗങ്ങളിൽ നിന്നും നാരുകൾ അടങ്ങിയ ആഹാരം നമ്മെ സംരക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, ധാതുലവണങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും എടുത്തെഴുതുക. ധാതുലവണങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് തന്നിരിക്കുന്നത്. നിശാന്തത, സ്കർവി, അനീമിയ, ഗോയിറ്റർ, വായ്പുണ്ണ്. ഇതിൽ ധാതുലവണങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് എന്തൊക്കെയാണ്? അനീമിയ, ഗോയിറ്റർ. അനീമിയയും ഗോയിറ്ററുമാണ് ധാതുലവണങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. പ്രവർത്തനം 9. കുളം സംരക്ഷണത്തിന് സ്കൂൾ കുട്ടികൾ രംഗത്ത്. പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുളം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ സ്കൂൾ കുട്ടികൾ രംഗത്ത്. ആദ്യമായി ആ പ്രദേശത്ത് വീഴുന്ന മഴവെള്ളം കുളത്തിൽ ഒഴുക്കിയെത്താൻ സൗകര്യമൊരുക്കുകയാണ് അവർ ചെയ്തത്. കുളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും സംരക്ഷണ പ്രവർത്തനങ്ങളും അവർ ഏറ്റെടുത്തു. എ. കുളം സംരക്ഷിക്കാനും നിലനിർത്താനും ചെയ്യാവുന്ന മറ്റു 3 പ്രവർത്തനങ്ങൾ എഴുതുക. മാലിന്യങ്ങൾ കുളത്തിൽ നിക്ഷേപിക്കുന്നത് തടയാനുള്ള മുൻകരുതലുകൾ എടുക്കാം. പിന്നെ സൂചനാ ബോർഡുകളും പ്ലക്കാർഡുകളും കുളത്തിന് സമീപത്ത് വയ്ക്കാം. പിന്നെ അവിടെയുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാം, അല്ലേ? പിന്നെയോ അഴുക്ക് ചാലുകൾ കുളത്തിലേക്ക് തുറന്നുവിടാതെ ഇരിക്കുക. ആ കുളത്തിൻ്റെ തനതായ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് കുളം സംരക്ഷിക്കാനായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അടുത്തത്, കുളം നികത്തിയാൽ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന 2 ദോഷങ്ങൾ എഴുതുക. കുളം നികത്തി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആവാസ വ്യവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. കുളം നികത്തുന്നത് മൂലം മത്സ്യത്തിന് ആഹാരം, വാസസ്ഥലം എന്നിവ നഷ്ടമാകുന്നു. പിന്നെയോ കുളത്തെ ആശ്രയിക്കുന്ന മറ്റ് ജീവജാലങ്ങളുണ്ടാവും, അവയുടെ ആവാസം നഷ്ടമാകുന്നു. പിന്നെ ജലസ്രോതസ് നശിക്കുന്നു, മത്സ്യലഭ്യത കുറയുന്നു, സമീപത്തുള്ള കിണറുകളും മറ്റും വേഗത്തിൽ വറ്റുന്നു. 10ാമത്തേതും അവസാനത്തേതുമായ പ്രവർത്തനം എന്താണെന്ന് നോക്കൂ കൂട്ടുകാരെ. ഏതെങ്കിലും 2 വ്യത്യസ്ത തരം കാന്തങ്ങളുടെ ചിത്രം വരച്ച് അവയുടെ പേരെഴുതുക. കാന്തങ്ങൾ ഒരുപാടുണ്ടല്ലോ, യുക്കാന്തവും ബാർക്കാന്തവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും 2 വ്യത്യസ്ത തരം കാന്തങ്ങളുടെ ചിത്രം വരച്ചിട്ട് പേരെഴുതണം. ഏതൊക്കെ തരത്തിലുള്ള കാന്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? ബാർക്കാന്തം, യുക്കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ടറിക്കൽ കാന്തം, കാന്തസൂചി, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും 2 വ്യത്യസ്ത തരം കാന്തങ്ങളുടെ ചിത്രം വരച്ച് പേരെഴുതുക. അടുത്തത്, കാന്തങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ എഴുതുക. എന്തൊക്കെയുണ്ട്? സ്പീക്കറിൻ്റെ പ്രവർത്തനത്തിന്, മോട്ടോറുകളുടെ പ്രവർത്തനത്തിന്, ദിശ അറിയുന്നതിന്, വടക്ക് നോക്ക് കേന്ദ്രത്തിന്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കാന്തം ഉപയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല പല ശാസ്ത്ര പരീക്ഷണങ്ങൾക്കും ഒക്കെ കാന്തം ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ കാന്തത്തിൻ്റെ മേന്മകൾ തന്നെയാണ്, അല്ലേ? ഇനി കാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? അൽനിക്കോയാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഓക്കെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.